ഒന്ന് ശമൂവേലിന്റെ പുസ്തകം അദ്ധ്യായം 9. ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്ന് പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. അവൻ ബെന്യാമീന്യനായ അഫീഹിന്റെ മകനായ ബെഖോറാത്തിന്റെ മകനായ സെറോറിന്റെ മകനായ അബീയേലിന്റെ മകൻ ആയിരുന്നു. അവന് ശൌൽ എന്ന് പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. അവൻ സുന്ദരൻ ആയിരുന്നു. യിസ്രായേൽ മക്കളിൽ അവനെക്കാൾ സൗന്ദര്യമുള്ള പുരുഷൻ വേറെ ഇല്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും ഉയരമുള്ളവൻ ആയിരുന്നു. ശൌലിന്റെ അപ്പനായ കീശിന്റെ കഴുതകളെ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ശൌലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അവൻ എഫ്രയീം മലനാട്ടിലും ശാലീശാദേശത്തും ശാലീം ദേശത്തും അന്വേഷിച്ചു, അവയെ കണ്ടില്ല. അവൻ ബെന്യാമീൻ ദേശത്തും അന്വേഷിച്ചു, എന്നിട്ടും കണ്ടുകിട്ടിയില്ല. സൂഫ് ദേശത്ത് എത്തിയപ്പോൾ ശൌൽ കൂടെയുള്ള ഭൃത്യനോട്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷമിക്കും എന്ന് പറഞ്ഞു. അതിന് അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യൻ ആകുന്നു, അവൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കുന്നു, നമുക്കവിടെ പോകാം, നാം പോകുവാനുള്ള വഴി ചിലപ്പോൾ അവൻ പറഞ്ഞുതരും എന്ന് അവനോട് പറഞ്ഞു. ശൌൽ തന്റെ ഭൃത്യനോട്, നാം അവിടെ ചെല്ലുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്? നമ്മുടെ പാത്രത്തിലെ അപ്പം തീർന്നുപോയല്ലോ, ദൈവപുരുഷന് കൊണ്ടുചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഭൃത്യന് ശൌലിനോട്, എന്റെ കയ്യിൽ 1/4 ശേക്കെൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞുതരും എന്ന് ഉത്തരം പറഞ്ഞു. പണ്ട് യിസ്രായേലിൽ ഒരുവൻ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ, വരുവീൻ, നാം ദർശകന്റെ അടുക്കൽ പോകുക എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നു. ശൌൽ ഭൃത്യനോട്, നല്ലത്, വരുക, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിച്ചിരുന്ന പട്ടണത്തിലേക്ക് പോയി. അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന യുവതികളെ കണ്ട് അവരോട്, ദർശകൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ അവരോട്, ഉണ്ട്, അതാ നിങ്ങളുടെ മുമ്പിൽ, വേഗം ചെല്ലുവീൻ, ഇന്ന് പൂജാഗിരിയിൽ ജനത്തിന്റെ വക ഒരു യാഗം ഉള്ളതുകൊണ്ട് അവൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പട്ടണത്തിൽ കടന്ന ഉടനെ അവൻ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകുന്നതിന് മുമ്പ് അവനെ കാണണം. അവൻ യാഗത്തെ അനുഗ്രഹിക്കേണ്ടതാകൊണ്ട് അവൻ ചെല്ലുന്നതുവരെ ജനം ഭക്ഷിക്കുകയില്ല. അതിന്റെ ശേഷം മാത്രമേ ക്ഷണിക്കപ്പെട്ടവർ ഭക്ഷിക്കുകയുള്ളൂ. വേഗം ചെല്ലുവീൻ, ഇപ്പോൾ അവനെ കാണാം എന്നുത്തരം പറഞ്ഞു. അങ്ങനെ അവർ പട്ടണത്തിൽ ചെന്നു. പട്ടണത്തിലെത്തിയപ്പോൾ ശമൂവേൽ പൂജാഗിരിക്ക് പോകുവാനായി അവരുടെ നേരെ വരുന്നു. എന്നാൽ ശൌൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. നാളെ ഈ സമയത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ യിസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എന്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തിരുന്നു. ശമൂവേൽ ശൌലിനെ കണ്ടപ്പോൾ യഹോവ അവനോട്, ഞാൻ നിന്നോട് അരുളിച്ചെയ്ത ആൾ ഇതാ, ഇവനാകുന്നു എന്റെ ജനത്തെ ഭരിക്കുവാനുള്ളവൻ എന്ന് കല്പിച്ചു. അന്നേരം ശൌൽ പടിവാതിക്കൽ ശമൂവേലിന്റെ അടുക്കൽ എത്തി. ദർശകന്റെ വീട് എവിടെ എന്ന് പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചു. ശമൂവേൽ ശൌലിനോട്, ദർശകൻ ഞാൻ തന്നെ, എന്റെ കൂടെ പൂജാഗിരിക്ക് വരുവീൻ, നിങ്ങൾ ഇന്ന് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കണം. നാളെ ഞാൻ നിന്നെ യാത്രയയക്കാം, നിന്റെ ഹൃദയത്തിൽ ഉള്ളതൊക്കെയും പറഞ്ഞുതരാം. 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെക്കുറിച്ച് വിഷമിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നാൽ യിസ്രായേൽ ജനത്തിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ പിതാവിന്റെ ഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. അതിന് ശൌൽ, ഞാൻ യിസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവൻ ആണ്. എന്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറിയതുമാണ്. എന്നിട്ടും നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്നുത്തരം പറഞ്ഞു. പിന്നെ ശമൂവേൽ ശൌലിനെയും അവന്റെ ഭൃത്യനെയും കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടുചെന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് പ്രധാന സ്ഥലം കൊടുത്തു.
ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം 30 പേർ ഉണ്ടായിരുന്നു. ശമൂവേൽ പാചകക്കാരനോട്, നിന്റെ അടുക്കൽ പ്രത്യേകം മാറ്റിവെക്കാൻ പറഞ്ഞിരുന്ന ഭാഗം കൊണ്ടുവരുക എന്ന് പറഞ്ഞു. പാചകക്കാരൻ കൈക്കുറകും അതിന്മേൽ ഉള്ളതും കൊണ്ടുവന്ന് ശൌലിന്റെ മുമ്പിൽ വെച്ചു. നിനക്കായി വേർതിരിച്ച് വെച്ചിരിക്കുന്നത് ഇതാ, തിന്നുകൊള്ളുക. ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് ഉത്സവത്തിന് വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ശമൂവേൽ പറഞ്ഞു. അങ്ങനെ ശൌൽ അന്ന് ശമൂവേലിനോടുകൂടെ ഭക്ഷണം കഴിച്ചു. അവർ പൂജാഗിരിയിൽ നിന്ന് പട്ടണത്തിലേക്ക് ഇറങ്ങിവന്ന ശേഷം അവൻ വീടിന്റെ മുകളിൽ വെച്ച് ശൌലുമായി സംസാരിച്ചു. അവർ അതിരാവിലെ എഴുന്നേറ്റു. ശമൂവേൽ മുകളിൽ നിന്ന് ശൌലിനെ വിളിച്ചു. എഴുന്നേൽക്ക, ഞാൻ നിന്നെ യാത്ര അയക്കാം എന്ന് പറഞ്ഞു. ശൌൽ എഴുന്നേറ്റു. ശൌലും ശമൂവേലും വെളിയിലേക്ക് പോയി. പട്ടണത്തിന്റെ പുറത്ത് എത്തിയപ്പോൾ ശമൂവേൽ ശൌലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നുപോകുവാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം കാത്തുനിൽക്ക എന്ന് പറഞ്ഞു.